ഇതിനിടയിൽ അവിടെയുള്ള സ്ത്രീകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട്. അനീഷിനെ പിന്നെ സഹിക്കാൻ പറ്റും, പക്ഷെ മറ്റു ചിലരെ പറ്റില്ല എന്ന് പറഞ്ഞു. അനുമോൾ ഉദ്ദേശിച്ചത് അക്ബറിനെയാണ്. അക്ബറിനെ ഒരു രീതിയിലും സഹിക്കാൻ പറ്റില്ല എന്ന് അനുമോൾ പറഞ്ഞു. പിന്നെ വീക്ക്ലി ടാസ്കിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കോയിൻ കിട്ടിയവർക്ക് മാത്രമാണ് ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തവണ ബ്ലാക്ക് കോയിൻസ് ഉണ്ടാവില്ല, പകരം ഡെസ്റ്റിനി കോയിൻ ഉണ്ടാവും. ബസർ ടു ബസറാണ് മത്സരം. ബസർ അടിക്കുമ്പോൾ ഓടി വന്ന് ബോക്സിൽ കൈയിട്ട് കോയിൻസ് കളക്ട് ചെയ്യണം. പല റൗണ്ടായിട്ട് നടന്ന മത്സരത്തിൽ ഒന്നാമതെത്തിയത് അക്ബറാണ്, രണ്ടാമത് അഭിലാഷും. അക്ബർ വിജയിച്ചതുകൊണ്ട് ഡെസ്റ്റിനി കോയിനും ഗോൾഡ് കോയിനിൽ നിന്ന് ഏതെങ്കിലും ഒരു കോയിൻ ചൂസ് ചെയ്യാനുള്ള അവസരം അക്ബറിന് കിട്ടി. അക്ബർ ചൂസ് ചെയ്തത് ഡെസ്റ്റിനി കോയിൻ ആയിരുന്നു. അഭിലാഷിന് ഗോൾഡൻ കോയിനും കിട്ടി. ഡെസ്റ്റിനി കോയിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ ഈ നൈറ്റ് ടാസ്കിനകത്തുള്ളതിനകത്ത് പുറത്ത് കിടക്കുന്ന ഒരാളെ അകത്തേക്കും അകത്തുനിന്ന് ഒരാളെ പുറത്തേക്കും സ്വാപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. അക്ബർ ഷാനവാസിനകത്തേക്ക് വിളിച്ചു, രഞ്ജിത്തിനെ പുറത്തേക്കും വിട്ടു. ഷാനവാസ് പുറത്ത് ഇത്രയും ദിവസം സർവൈവ് ചെയ്തിട്ട് ഒരു മാസ് ഹീറോയെ പോലെ അകത്തേക്ക് വരണ്ട, പകരം തന്റെ ഔദാര്യത്തിൽ അകത്തേക്ക് കയറിയാൽ മതി എന്ന് വിചാരിച്ചത് കൊണ്ടാണെന്നാണ് അക്ബർ പറഞ്ഞത്. അഭിലാഷിന് ഗോൾഡൻ കോയിൻ കിട്ടിയത് കൊണ്ട് നേരത്തെ ഗോൾഡൻ കോയിൻ കിട്ടിയിരുന്ന ഷാനവാസിന് ആ പവർ നഷ്ടമായി. ഗോൾഡൻ കോയിന്റെ പവർ എന്താണെന്ന് വെച്ചാൽ, കൂടാതെ അഭിലാഷിന്റെ ഗോൾഡൻ കോയിന്റെ പവർ ഉപയോഗിച്ച് ഷാനവാസിന്റെ ഗെയിമിലെ പാർട്ട്ണറായ ആര്യൻ എന്നിവരിൽ നിന്ന് ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലേക്ക് വിടാൻ അഭിലാഷിന് പറ്റി. അഭിലാഷ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് വിട്ടത് ഷാനവാസിനായിരുന്നു. കഴിഞ്ഞ ദിവസം കൊടുത്ത ടാസ്കുകളിലൊക്കെ ഷാനവാസ് ഭയങ്കര ഉഴപ്പായിട്ടാണ് നിന്നിരുന്നത്. എന്തായാലും ഇപ്പോൾ നോമിനേഷനിലേക്ക് വരേണ്ട ആളാണ് എന്ന രീതിയിലാണ് അഭിലാഷ് അതിനൊരു റീസൺ പറഞ്ഞത്.